കലോത്സവം നടക്കുമ്പോൾ കാഴ്ചകളുള്ളത് വേദിയിൽ മാത്രമല്ല, അണിയറയിലും മൈതാനത്തും സദസ്സിലുമെല്ലാം നിരവധി കൗതുക കാഴ്ചകൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് അഭിഷേകിന്റെയും അഭിജിത്തിന്റെയും കാലകേയ വധം കഥകളി വേദിയിൽ നടക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ദേവനന്ദയുടെ മുഖത്ത് എണ്ണിയെടുക്കാൻ കഴിയാത്തത്ര ഭാവങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ കാഴ്ചകളാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ജിഷ്ണു കെയാറിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദേവനന്ദയാകട്ടെ കഥകളി സിംഗിൾ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥിയാണ്. പനമണ്ണ SBVHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അഭിഷേകും അഭിജിത്തും. കാണാം ജിഷ്ണു കെയാറിന്റെ ക്യാമറ വിശേഷങ്ങൾ. അഭിജിത്തും അഭിഷേകും സ്റ്റേജിന് മുകളിൽ കാലകേവതം നിറഞ്ഞാടിയപ്പോൾ അതുപോലെ മനോഹരമായി സ്റ്റേജിന് പുറത്തിരുന്ന് കഥകളി ആടിയ ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്, ദേവനന്ദ. നമുക്ക് 3 പേരെയും ഒന്ന് പരിചയപ്പെടാം. അഭിഷേക്, എത്ര വർഷമായി ഈ ഒരു കഥകളി അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 2 വർഷമായിട്ട് പഠിക്കുന്നു. എൻ്റെ ആശാൻ കലാമണ്ഡലം പ്രശാന്ത്, എൻ്റെ കൂട്ടുകാരൻ അഭിജിത്തിന്റെ അച്ഛനാണ്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ടാണോ ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിന് വരുന്നത്? ഫസ്റ്റ് ടൈമാണ് ഞാൻ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ സ്റ്റേറ്റ് വരെ എത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ടാണ്. അഭിജിത്ത് കുറെ വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ടെന്നാണ് അറിഞ്ഞത്. അതെ, ഞാൻ 9 വർഷമായിട്ട് കഥകളി പഠിക്കുന്നുണ്ട്. പിന്നെ 3 വർഷമായി സ്റ്റേറ്റിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിരുന്നു? അതെ, കഴിഞ്ഞ വർഷങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 3 വർഷമായി. ഇതാണ് ദേവനന്ദ. ഇവര് രണ്ടുപേരും സ്റ്റേജിന് മുകളിൽ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ എക്സ്പ്രഷൻ അവിടെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ദേവനന്ദ, സ്വയം ഒന്ന് പരിചയപ്പെടുത്തുവോ? എന്റെ പേര് ദേവനന്ദ, വീട് കൊല്ലത്താണ്. ഞാനും അഭിജിത്തിന്റെ കൂടെ അരങ്ങേറ്റം കഴിഞ്ഞാണ്. 9 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. നാളെ ഇവിടെ മത്സരം ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിംഗിൾ കഥകളി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. HSS വിഭാഗം സിംഗിൾ ഗേൾസ് നാളെ ഉണ്ട്. അതിന്റെ ഒരു ഇതിലാണ്, ത്രില്ലിലാണ് നിൽക്കുന്നത്. പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായി? നന്നായിട്ട് പോയിന്. പ്രതീക്ഷയിലാണപ്പോ? അതെ. 3 പേരും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് കാണിക്കാവോ കഥകളിയില്? എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നത് പദമാണ്. എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മള് കഥകളിയിൽ ആദ്യമായിട്ട് ചെറിയ ഒരു സാധനമാണ് മറ്റേ ചുഴിപ്പെന്ന് പറയുന്നത്. നാളത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് എത്ര കാലമായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? കുറെ ആയോ? ഒരു 2 വർഷത്തോളായി. എന്തായാലും
എന്തായാലും 3 പേർക്കും എല്ലാവിധ ആശംസകളും നേരുവാണ്. എ ഗ്രേഡ് വാങ്ങി പോകാൻ പറ്റട്ടെ, അതോടൊപ്പം നാളത്തെ മത്സരത്തിനും എ ഗ്രേഡ് ലഭിക്കട്ടെ. എന്തായാലും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ഒരാളാണ് ഈ നിൽക്കുന്നത്. ബാക്കി 2 പേരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ട് അവിടെ ചെയ്തവരാണ്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.